ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളിലെ 9ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 183-ലെ 2ഉം 3ഉം ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്. The picture shows the triangle formed by 3 tangents to a circle. Calculate the lengths of each tangent from each vertex to the point of contact. അതായത് ഒരു വൃത്തത്തിലെ 3 തൊടുവരകൾ തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ ഓരോ മൂലകളിൽ നിന്നും തൊടുവരകളിലേക്കുള്ള നീളങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാവുന്ന കാര്യം എന്താണ്? തൊടുവരയിലെ പുറത്ത് ഒരു പോയിന്റ് ആണിത്. അതിൽ നിന്നും 2 തൊടുവരകൾ വരയ്ക്കാം, 2 ടാൻജൻസ് വരയ്ക്കാം. അവയുടെ നീളങ്ങൾ തുല്യമാണ്. അപ്പൊ ഞാനിവിടെ ഇതിന് പി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതും പി തന്നെയല്ലേ അല്ലെ? ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള തൊടുവരയുടെയും അങ്ങോട്ടുള്ള തൊടുവരയുടെയും നീളം സെയിം ആണ്. അപ്പൊ ഇത് ക്യൂ ആണെങ്കിൽ ഇതും ക്യൂ അല്ലേ? ഇനി ഈ പോയിന്റിൽ നിന്ന് അതുപോലെ തന്നെ ഇത് 6 ആണെങ്കിൽ ഇതും 6 തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അളവ് വെച്ചിട്ട് എന്ത് എഴുതാം? പിയും ക്യൂവും കൂടെ കൂട്ടുമ്പോഴാണ് 7 കിട്ടിയത്. പി പ്ലസ് ക്യൂ ഈക്വൽ ടു 7. ക്യൂ 6 കൂടെ ആഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 5. 6ഉം പിയും കൂടെ പി പ്ലസ് 6 ആണ് 4. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ഇത് 3ഉം കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ 2 പ്രാവശ്യം പി ഉണ്ട്, 2 പ്രാവശ്യം ക്യൂ ഉണ്ട്, 2 പ്രാവശ്യം 6 ഉണ്ട്. അപ്പൊ ഇതിനെ 2 ടൈംസ് പി പ്ലസ് ക്യൂ പ്ലസ് 6 ഈക്വൽ ടു 7 പ്ലസ് 5 പ്ലസ് 4. അപ്പൊ എത്ര വന്നു? 16 വന്നില്ലേ? അപ്പൊ പി പ്ലസ് ക്യൂ പ്ലസ് 6 എത്ര കിട്ടി? അതിന്റെ പകുതി 8 എന്ന് എഴുതിയല്ലോ അല്ലെ? ഇനി ഈ ക്യൂ പ്ലസ് 6 അതായത് ഇത്രയും മാത്രം, അതിന്റെ വില നമുക്കറിയാം 5 ആണ്. അപ്പൊ പി അതുപോലെ എഴുതിയിട്ട് ക്യൂ പ്ലസ് 6ന് പകരം 5 ഈക്വൽ ടു 8. അപ്പൊ പി കിട്ടുകയല്ലേ? 8ൽ നിന്ന് 5 കുറച്ചപ്പോ എത്ര വന്നു? 3. പിയുടെ വില കിട്ടിയില്ലേ? അതായത് ഈ വെർട്ടെക്സിൽ നിന്ന് ഈ മൂലയിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള 2 തൊടുവരകളുടെ നീളമാണ് 3. ഇനി 6ഉം ക്യൂവും കണ്ടുപിടിക്കണം അല്ലെ? പി പ്ലസ് ക്യൂ എത്രയാണ്? 7 അല്ലേ? പി പ്ലസ് ക്യൂ ഈക്വൽ ടു 7. പി ഇപ്പം 3 കിട്ടിയില്ലേ? അപ്പൊ 3 പ്ലസ് ക്യൂ 7 ആയല്ലോ. അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു 7 മൈനസ് 3 ഈക്വൽ ടു 4. അപ്പൊ അതായത് ഈ പോയിന്റിൽ നിന്ന് ടാൻജന്റ് വരച്ചിരിക്കുകയാണ് 2 അവയുടെ നീളമാണ് ക്യൂ. അത് 4 സെന്റിമീറ്ററിന് കിട്ടി. ഇനി പി പ്ലസ് 6 എത്രയാണ്? 4 ആണ്. പി 3 അല്ലേ? 3 പ്ലസ് 6 ഈക്വൽ ടു 4 അല്ലെങ്കിൽ 6 ഈക്വൽ ടു 1 എന്ന് കിട്ടിയല്ലോ. അപ്പൊ ഈ നീളം 1. പിയുടെ നീളം 3 സെന്റിമീറ്റർ. പി ഈക്വൽ ടു 3, ക്യൂ ഈക്വൽ ടു 4, 6 ഈക്വൽ ടു 1. മനസ്സിലായാലും എളുപ്പമല്ലേ? ഇനി നമുക്ക് 3ാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യത്തിൽ ഒരു പടം തന്നിട്ടുണ്ട്. അതായത് 2 സർക്കിൾസ്, അത് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിൽ കൂടെ ഒരു കോമൺ ആയിട്ട് ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. 2 വൃത്തങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു തൊടുവരയാണ് ഈ ചുമന്ന കളറിൽ വരച്ചിരിക്കുന്നത്. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ പാർട്ട്, ഈ ടാൻജന്റ് ബൈസെക്സ് അനദർ കോമൺ ടാൻജന്റ് ടു ദീസ് സർക്കിൾസ്. അതായത് ഈ 2 വൃത്തങ്ങൾക്ക് പൊതുവായിട്ട് വേറൊരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിനെ ഈ ഇപ്പം വരച്ചിരിക്കുന്ന ടാൻജന്റ് ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യും. അതായത് ഈ 2 സർക്കിൾസിന് വൃത്തങ്ങൾക്ക് വേറൊരു തൊടുവര വരയ്ക്കണം, പൊതുവായിട്ട് വരുന്ന ആ തൊടുവരയെ ഇത് ഈ ഇപ്പം വരച്ചിരിക്കുന്ന ചുമന്ന കളറിലെ തൊടുവര സമഭാഗം ചെയ്യുന്നു എന്നാണ് ആദ്യം തെളിയിക്കേണ്ടത്. ഇതാ ഞാൻ ഇപ്പൊ ഇവിടെ പച്ച കളറിൽ ഒരു തൊടുവര വരച്ചിട്ടുണ്ട്, ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. അത് ഈ 2 സർക്കിൾസിനും കോമൺ ആയിട്ടുള്ള ടാൻജന്റുമാണ്. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള പോയിന്റിന് ഞാൻ പി എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിന് എ എന്നും, ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിന് ബി എന്നും, ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിന് സി എന്നും കൊടുത്തു. അപ്പോൾ ഈ ചെറിയ വൃത്തത്തിലേക്കുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഈ പി എന്ന പോയിന്റിൽ നിന്ന് ചെറിയ വൃത്തത്തിലേക്കുള്ള ടാൻജന്റ് ആണ് പി എയും പി ബിയും. അത് തുല്യമാണെന്ന് നമുക്ക് അറിയാമല്ലോ. പുറത്ത് ഒരു പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് 2 ടാൻജൻസ്, 2 തൊടുവരകൾ വരയ്ക്കാം. അവയുടെ നീളങ്ങൾ തുല്യമാണ്. ഇനി നമുക്ക് വലിയ വൃത്തം എടുക്കാം. വലിയ സർക്കിളിലെ പുറത്തെ പോയിന്റ് ആണ് പി. അതിൽ നിന്നും ഉള്ള 2 ടാൻജൻസ് ആണ് പി സിയും പി ബിയും. അപ്പം തുല്യമാണല്ലോ. അപ്പൊ പി സി ഈക്വൽ ടു പി ബി എന്ന് എഴുതാമല്ലോ. 2ന്റെയും വലതുവശങ്ങൾ തുല്യമായിട്ട് ഇടതുവശങ്ങളും തുല്യമല്ലേ. അപ്പൊ പി എ ഈക്വൽ ടു പി സി എന്ന് എഴുതാമല്ലോ. P
പി എയും പി സിയും തുല്യമാണെങ്കിൽ ഈ പി എന്ന ബിന്ദു ഈ പുതിയ തൊടുവരയെ സമഭാഗം ചെയ്തല്ലോ അല്ലെ? അല്ലെങ്കിൽ ഈ ആദ്യത്തെ തൊടുവര രണ്ടാമത്തെ തൊടുവരയെ സമഭാഗം ചെയ്തു അല്ലെ? ഫസ്റ്റ് ടാൻജന്റ് സെക്കൻഡ് ടാൻജന്റിനെ ബൈസെക്ട് ചെയ്തു എന്ന് എഴുതാമല്ലോ. ദ ഗിവൺ ടാൻജന്റ് ബൈസെക്ട്സ് ദ ന്യൂ ടാൻജന്റ് എന്ന് എഴുതിയാൽ മതി. തന്നിരിക്കുന്ന തൊടുവര പുതിയ തൊടുവരയെ സമഭാഗം ചെയ്യുന്നു എന്ന് എഴുതാമല്ലോ. ഇനി രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഷോ ദാറ്റ് ദ ട്രയാങ്കിൾ ജോയിനിങ് ദീസ് പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ഈസ് റൈറ്റ് ആംഗിൾഡ്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലെ, ഒരു ത്രികോണം കിട്ടി, അതിലെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇതാ ഇവിടെയാണല്ലോ, അത് റൈറ്റ് ആംഗിൾ ആണ്, 90 ഡിഗ്രി ആണ് എന്ന് തെളിയിക്കണം അല്ലെ. നമുക്ക് ഇവിടെ നിന്ന് ഈ പി എ ഈക്വൽ ടു പി ബി എന്ന് നമുക്ക് കിട്ടിയല്ലോ. പി എ ഈക്വൽ ടു പി ബി, അപ്പൊ രണ്ട് വശങ്ങളും തുല്യമാകുമ്പോൾ അതൊരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസ്ലിസ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ ഈ ട്രയാങ്കിൾ അതായത് പി എ ബി എന്നുള്ള ട്രയാങ്കിളില് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി എന്ന് എഴുതാമല്ലോ. ഈ ബി താഴത്തെ ഈ വലതുവശത്ത്. ഇനി ഈ ട്രയാങ്കിളിലോ പി സി ഈക്വൽ ടു പി ബി ആണ് അല്ലെ. പി സി ഈക്വൽ ടു പി ബി ആകുമ്പോൾ ഈ ആംഗിളും തുല്യമല്ലേ. ആംഗിൾ സി ഈക്വൽ ടു ഈ ആംഗിൾ ബി തന്നെയാണ്, പക്ഷെ രണ്ടും ഒന്ന് അപ്പുറത്തതും ഒന്ന് ഇപ്പുറത്തതുമാണ്. അപ്പൊ ഇതിനെല്ലാം തിരിച്ചറിയാൻ വേണ്ടി ഞാൻ എ ഡിഗ്രി എന്ന് എഴുതുകയാണ്. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എ ഡിഗ്രി, ഇത് എ ഡിഗ്രി, ഇതും എ ഡിഗ്രി, ഇതും എ ഡിഗ്രി. ഇനി നമുക്ക് ഈ വലിയ ത്രികോണം എടുക്കാം. അതായത് എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിനകത്ത് ആംഗിളുകളുടെ സമ്മ് 180 ആണെന്ന് നമുക്കറിയാം. അപ്പൊ എത്ര ആംഗിൾ വരുന്നുണ്ട്? ഒരു എ ഡിഗ്രി വരും, രണ്ടാമത്തോ മൂന്നാമത്തോ കൂടെ ചേരുമ്പോഴാണ് ഇത് മുഴുവനാകുന്നത്. ഇത് നാലാമത്തെ. അപ്പൊ 4 പ്രാവശ്യം എ കൂട്ടുമ്പോഴല്ലേ 180 ഡിഗ്രി ആയത്. ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിവിടെ എന്താ വേണ്ടത്? ഈ 2 പ്രാവശ്യം എ കൂട്ടുന്നതിന്റെ അളവാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ പകുതിയല്ലേ. അപ്പൊ 2 എ എത്ര വന്നു? 180ന്റെ പകുതി 90 ഡിഗ്രി എന്ന് വന്നു. അപ്പൊ എന്തെഴുതാം നമുക്ക്? ഇത് റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ ഈ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ 2 സ്റ്റെപ്സ് എഴുതണം. ഓക്കെ, ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്ത് എഴുതും? ദ ആംഗിൾ ഫോംഡ് ബൈ ജോയിനിങ് ദീസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈസ് റൈറ്റ് ആംഗിൾഡ്. അതായത് ഈ 2 വൃത്തങ്ങൾ ചേരുന്ന ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണ് ലംബമാണ്, 90 ഡിഗ്രിയാണ് എന്ന് എഴുതിയാൽ മതി. ഇപ്പൊ രണ്ടും മനസ്സിലായല്ലോ.